ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു മോര് കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് തൈരാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. ഒരു വിസ്ക് കൊണ്ട് തന്നെ ഇത് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല, കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് കുറുകിയിരിക്കുന്ന മോരാണ് നല്ലത്. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി, അതായത് ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും ഉള്ളിയും എല്ലാം ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കായത്തിൻ്റെ പൊടി. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് മോരിന് ഒരു കളറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ഗ്യാസ് ഇപ്പോൾ ഓഫാണ്. നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മോര് അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കാം. ഓണാക്കിയതിന് ശേഷം ചെറിയ തീയിൽ തന്നെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ കുറച്ച് ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചൊരു ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് പൊടിച്ച പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല കുറുകിയ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഇപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് ഇപ്പോൾ മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.